ഇത് ഞാനാ. അപ്പനെ കെറുവാന്നോ? ഞങ്ങള് അപ്പനെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നതാ. ഇവിടെ അപ്പനെ നോക്കാൻ ആരാ ഉള്ളേ? അപ്പം വാശി പിടിക്കല്ലേ. അപ്പം വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ കിടന്ന് അപ്പനൊന്നും അറിയാൻ വയ്യ. ചക്കരവാക്ക് പറയുന്നവരെയൊന്നും വിശ്വസിക്കരുത്. ചതിക്കും. അവർ ചതിക്കും അപ്പാ. വാ, നമുക്ക് പോകാം നമ്മുടെ വീട്ടിലേക്ക്. ഏത് വീട്? അഴിവില്ലാത്ത വീട്. നിന്റെ അമ്മ എന്തോ ഇതിനെ വിളിക്കു പോയിരിക്കുന്നേ? വിളിക്കേ. അകത്തേക്ക് വരില്ലാന്ന് പറഞ്ഞു. അതെന്താ? അതൊക്കെ അപ്പൻ തന്നെ ചോദിക്ക. ഒരു വഴിക്ക് ഒന്നിച്ചെല്ലിയോ പോന്നേ? ഏതാ വഴി? ഇമ്മിണി ദൂരമുണ്ടോ? അടുത്ത അപ്പച്ച. ദേ നോക്കിയാട്ടെ, ഗബ്രിയേൽ മാലാഖ ചിറകെ കയറ്റിക്കൊണ്ട് പോകും. ഗബ്രിയേൽ മാലാഖ? ആണ്ടെ, മാലാഖമാര് വെളിച്ചെടുത്ത് നിൽക്കുന്നേ അപ്പം കാണുന്നില്ലയോ? ആ, എന്ത് ചെയ്യും നിന്റെ അമ്മ? അവള് പൊയ്ക്കളഞ്ഞോടി. ഏ ഏ അക്കാമോ? അക്കാമ്മ എന്തി? ഞാൻ നിൽക്കുന്നിടത്ത് അവര് വരുമോ? നീ എന്തോയിനാ? എത്ര കാലായിട്ട് വരവും കാത്തിരിക്കുകയെന്നറിയോ? എനിക്കാരാ കൂട്ടിന് വേറെ? എന്താ ഓർക്കുന്നേ? നമ്മള് ആദ്യം കണ്ടത് ഓർമ്മയുണ്ടോ? ആ പെണ്ണമ്മേ, അതീ പിന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്നോ? ആണ്ട നോക്കിക്കാട്ടെ, ഞാൻ നരച്ചും മെലിഞ്ഞും അങ്ങ് കിളവനായില്ലയോ? എന്തോ ഈ വെളിച്ചം, അതങ്ങ് കെടുത്തിയേക്കട്ടെ. ആര് പറഞ്ഞു? നമുക്ക് മടക്കി കിട്ടിയില്ലയോ ഇല്ല? എന്നെ ഒന്ന് നോക്കി. ആണ്ടെ, എന്റെ കവളിലും കണ്ണിലും എല്ലാം നോക്കി. ഞാൻ ഉറങ്ങി, പക്ഷേ എന്റെ ഹൃദയം ഉണർന്നിരുന്നു. എന്റെ കവിൾത്തടങ്ങളിൽ നോക്കൂ, കണ്ണിൽ നോക്കൂ. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. ഞാനോ? ഞാൻ കൊതിക്കുന്നത്
അല്ലേ സിസിലി കുഞ്ഞ് മഴയത്ത് കളിക്കുവാണോ? ചാട്ട മൊത്തം നനങ്ങല്ലോ. ഓ, കാലം കെട്ടണേറ്റ മഴയാ. അല്ലേലും പുട്ടൻ മഴ നനഞ്ഞാൽ പനി ഉറപ്പാ. അത് ശരി, പൊയ്ക്കളഞ്ഞല്ലയോ? ഇവിടെ ആരും ഇല്ലയോ? ഞാനപ്പോളേ ഉറക്കവാ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. ഓ, മഴയങ്ങ് കനക്കുവാണേ. എന്നാ മാനത്ത് വല്ല കാറുമുണ്ടോ? ആരുമില്ല. പേടിച്ചിടായ വന്നീടരികിലിനിയും അവ്യാകുലം കൂകടോ നീ മാടപ്രാവേ മണം മേവിന മണിതകലാ വിഭ്രമം മൽപ്രിയയാ. ഇനി വാന്നേ. മഴയത്തിറങ്ങി നനഞ്ഞ കാര്യം മാവ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കത്തില്ലെന്ന്. അല്ലേ, ഇങ്ങനാണോ വീട്ടിലുള്ളൊരു മണ്ണ? വന്നേ, വന്നേ, ഇതൊന്ന് ചോദിക്കട്ടെന്ന്. വാ വാന്ന മഴയത്തോടല്ല. അതെ, പൊടിപ്പെണ്ണിന് അറിയാവോ അമ്മച്ചി എവിടെ പോയിക്കുവാന്ന്? എന്നാ പറഞ്ഞാട്ട് മാവൻ കേക്കട്ടെ. അമ്മച്ചി പഞ്ചമുട്ടിൽ മുക്കി പോയിക്കുവാ. അയ്യേ, ഈ പൊടിപ്പൊടിനൊന്നും അറിയാൻ വയ്യായേ. മഴ പെയ്യുമ്പോ ആരെങ്കിലും പറിച്ച വീട്ടിലെ മുക്കി പോയി നിൽക്കുവോ? അന്ന് അമ്മച്ചി പഞ്ചമുട്ടിൽ മുക്കി പോയിക്കുവാ. രായച്ചാലിന്റെ എഴുത്തു വാങ്ങാൻ പോയതാ. കൊച്ചുണ്ടത്തില് കുഞ്ഞുമ്മ ഇല്ലാത്തോണ്ടാ പോയെ. അത് ശരി. അപ്പൊ പോസ്റ്റ് ഓഫീസിൽ പോയതാ അല്ലയോ? പൊടിപ്പൊണ്ണിന്റെ അപ്പനെന്തിയെ? എന്നാ പിന്നെ അങ്ങേർക്ക് പോയങ്ങ് മേടിച്ചാ പോരായിരുന്നോ കാടിജാം? കടിത്തോ? പൊടിപ്പൊണ്ണിന്റെ അപ്പന് പോയി മേടിച്ചൂടായോ എഴുത്തെന്ന്. അപ്പച്ചനെ കാവുംഭാഗത്തേക്ക് പോയിക്കുവാ. നേരെ ഇട്ടിയച്ചേ വരത്തുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങാൻ തൊട്ടും പോവും. അപ്പനെ ചെമന്ന ബസ് കറിയാ വരുന്നേ. പിന്നില്ലയോ, നാരങ്ങാനത്തും കാവുംഭാഗത്തും കവിയൂരും ഒക്കെ പോണ്ടായോ? പോകാതെ പറ്റുമോ? പിന്നെ എങ്ങനാ? നല്ലൊരു മന്ദളി നിറം നവയൗവനാഠ്യം നാണിത്തളർന്നു മഴറും നയനാഭിരാമം അനാവിലാസമൊരു നായരുടെ കളത്രം നാരായണായ നമ നല്ലുയർക്കുമെന്നേ.
ആഹാ, ദീനക്കുഞ്ഞ് തന്നെ ഇങ്ങ് വന്നോ? മാത്തുക്കുട്ടി ഇല്ലായിരുന്നു. ഇന്നലെയും മെനഞ്ഞാന്ന് ഞാൻ അങ്ങേര് വരുമെന്ന് പറഞ്ഞ് കത്തും എടുത്തു വെച്ചോണ്ട് ഇരിപ്പായിരുന്നു. വീട്ടിൽ ഇരിക്കാനെ കൊണ്ട് നേരം വേണ്ടായോ? ഇന്നിപ്പോ കാവും ഭാഗത്തുനിന്നും കണ്ട് ആരാണ്ട് വന്ന് വിളിച്ചോണ്ട് പോയതാ. നാരങ്ങാനത്തം കണ്ട് പോകാനുണ്ടെന്നും പറഞ്ഞു. ഇന്നിനിയിപ്പോ ഇച്ചിരി ഇരുട്ടിയച്ചേ വരത്തുള്ളൂ. അതാ ഞാനിങ്ങി പോന്നേ. പിന്നെ എഴുത്തു മാത്രമേ ഉള്ളൂ. മണി ഓർഡർ ഇത്തവണയും ഉറതെറ്റാതെ വന്ന് വാങ്ങിച്ചു. എഴുത്തല്ലയോ, അവിടെ കിടക്കുമെന്ന് വിചാരിക്കും. അതാ. അല്ലേലും തള്ളമാർക്ക് പറ്റത്തില്ല. മക്കളുടെ വിവരം അറിയാഞ്ഞാൽ പിന്നെ അങ്ങ് ആദ്യമായിരിക്കും. എന്താ, നേരല്ലയോ ഞാൻ പറഞ്ഞത്? ആ, കുഞ്ഞേനെ മാപ്പിളയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴ്? കുറേ നാളായി കണ്ടിട്ട്. മറ്റേ വല്ലപ്പോഴും കാണുന്നതാ. വടിയും കുത്തിപ്പിടിച്ച രാമേശന്റെ കടയിൽ കാണും. എന്നാലും ഇറങ്ങി നടക്കും. പറഞ്ഞാ കേക്കണ്ടായോ? അല്ല, ചിലപ്പോൾ എൻ്റെ തിരക്കുണ്ടായിരിക്കും കാണാത്തെ. കുഞ്ഞൻ നായർ 2-3 ദിവസം ഇല്ലാണ്ടായപ്പോൾ എഴുത്ത് കൊടുക്കുന്ന ജോലിയൂടെ ആയി. അതും ഈ പറഞ്ഞു വിട്ടല്ലയോ? ആ, എന്നാ ദീനാമ നടന്നോണ്ടട്ടെ. ഹോ, മഴയാ. കാലം തെറ്റിയ മഴ. തമ്പ്രാട്ടി മഴ അറിയാന്നോ? അതുകൊള്ളാം. ഞാൻ കൊടയും പിടിച്ചോണ്ടല്ലയോ നടക്കുന്നേ. ചാത്തം പോലെ ഞാൻ മഴ നനയുന്നേ. ഞാക്ക് നനച്ചിലല്ലേ ഉള്ളൂ. തമ്പ്രാട്ടി നനയുന്ന എന്തോ ഇനെന്നാ ചോദിച്ചേ. പോസ്റ്റ് ഓഫീസിൽ പോയതാ. എഴുത്തുണ്ടായിരുന്നു. നമ്മുടെ പോസ്റ്റ്മാൻ കുഞ്ഞൻ നായർ നടപ്പുദീനം പിടിച്ച് കിടക്കുവാന്ന്. അപ്പൊ പിന്നെ എഴുത്ത് വേണേല് നടന്നു ചെന്ന് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. രാജൻ കുഞ്ഞിന്റെ ആയിരിക്കും. വിശേഷം വല്ലതും ഉണ്ടോ? കഴിഞ്ഞ മകരമാസത്തിൽ പോയതല്ലയോ? വിശേഷമൊന്നുമില്ല പെലേനെ. ഓ, ആ പിന്നെ വല്യമ്പ്രാട്ടിയായി കീച്ചേരി തറയിൽ കാള നടത്തിക്കണം. ഇപ്പൊ ഒറ്റ മഴ ഉണ്ടായോണ്ട് നടത്തം വലിയ കാര്യമാണ്. അല്ലേ പിന്നെ നീണ്ടുപോവേ. മാത്തക്കുട്ടിച്ചാൻ വരുമ്പോ പറഞ്ഞാട്ടെ. അയ്യോ, പറഞ്ഞു തന്നേ. ദുരിശം പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ നേരെ വക്കാണത്തിനും വന്നു. കയ്യെ കായ് കിട്ടുമ്പോൾ വിളിച്ച് പറയാമെന്നും പറഞ്ഞു. മല്ലിയമ്പ്രാട്ടിയെ, രായം കുഞ്ഞ് കായൊന്നും അയച്ചില്ലയോ എമ്പ്രാട്ടിയെ? വാ 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 വാ. മനസ്സറിയാതെയുള്ള മഴയായിരുന്നു. അത് മനസ്സറിയാതെയും കണ്ടങ്ങ് തീർന്നു. എൻ്റെ സമയം മൊത്തം കളയണം. അറിയാതിനുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞാന മാപ്പിള ഇപ്പോഴൊന്നും ഉണരുന്ന കോളില്ല. മഴ പെയ്തേ ഉള്ളൂ. ചൂടിന് വല്ല കുറവുണ്ടോ? മഴ തീർന്ന പിന്നെ ഒരു തരം അവിച്ചില്. പൊടിപ്പണ്ട് എന്തിയേ? ഇല്ല, ഇവിടെ നിന്നായിരുന്നല്ലോ. പൊടിപ്പണ്ട്, പൊടിപ്പണ്ട്, ശിശിലിയേ, ഒരു ശിശിലി. ആ, അല്ലേ ഇവിടെ വന്ന് നിൽക്കുവാണോ? മാവൻ പോവുക. പിന്നെ വരാം. ഇവിടെ നിന്നാലേ മാവൻ്റെ പോലത്തേക്ക് മുടങ്ങും. പൊടിപ്പൊന്ന് പറയട്ടില്ലയോ മാവൻ വന്ന കാര്യം? അല്ല, വലിയ പോച്ചൻ ഉണർന്ന.
കാലത്തെ മുതൽ വയറ്റിനകത്തൊരു സ്തംഭനം എന്നാ വിശപ്പുണ്ട് താനും. നേരം പുലരുമ്പോൾ വെളിക്കിരുന്നാലും പോരാന്നൊരു തോന്നൽ. പട്ടിണി എന്നൊരു നമ്മുടെ പിള്ളേർ കൊട്ടുണ്ടെന്ന സഹിപ്പാൻ മേല. അയ്യേ, മൊട്ട മണ്ണ് പറ്റി. കൊറ്റി കഴിച്ചൊരു കണ്ണുണ്ടും ചുറ്റി ഉടുത്തൊരു തൊങ്കലുടുക്കി വെറ്റിലരുന്നു മുഴിപ്പിച്ചും കൊണ്ടേറ്റുരിക്കും രസികന്മാരായി. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ അവരെ കാണുകയില്ലെന്നല്ല, തെരഞ്ഞാല് കണാക്ഷികളുടെ വീട്ടിൽ കാണാം. ഒറ്റോടൊത്ത് നിലവയ്ക്കുമ്പോൾ ഒറ്റവരുടെ പുല കൊണ്ടിടാം. ചട്ടാലും വരും. ഓ, അല്ലേലും പറഞ്ഞിട്ട് എന്തോ ചെയ്യാനാ? കിഴക്ക് വെള്ള കീർമ്മ തുടങ്ങുന്നയാണ്. കാല് നീട്ടിയിരുന്നിട്ട് വേണമല്ലോ ഇങ്ങനത്തെ വല്ലതും നോക്കാനെ കൊണ്ട്. എനിക്കറിയാൻ വയ്യാത്തയാന്നോ? 4 നാഴിക വെളുക്കുമ്പോ എണീറ്റ 10 നാഴിക ഇരുട്ടി വെച്ചുവേ കിടക്കത്തുള്ളൂ. എന്തോ മീന? ഓ, ഒന്നും ഇല്ലെന്നേ, കുറച്ച് നന്ദനും കാരലുവാ. വേണ്ട, ഇത്ര രശേ ഉള്ളൂ. കറിയിലിട്ടാ മീൻ ഉള്ളിൽ ചെല്ലണമെങ്കിലേ പിന്നെ ചൂണ്ട വേണം. എന്നാലും വേണ്ടില്ല. കുഞ്ഞപ്പിച്ചാൻ ഇച്ചിരി മീനില്ലെങ്കിൽ 2 വറ്റിറങ്ങത്തില്ല. ഞങ്ങളുടെ അംഗത്താൾ ഇന്നാളെയും പറയുന്നത് കേട്ടു, കായലിലെ മീൻ എന്തേലും കിട്ടിയാ അത് വല്യപ്പച്ചനും കൊണ്ട് കൊടുക്കണോന്ന്. വല്യപ്പച്ചൻ തവണ ഉണ്ണാൻ പോകുന്നത് നിർത്തിയില്ലോടി ദീനെ. ഉച്ചയാവുമ്പോ എള്ളുവർമ്മത്തൊട്ടാ ഏക്കം. വല്യപ്പച്ചൻ പറഞ്ഞാ കേക്കത്തില്ല അമ്മണി. അപ്പച്ചന്റെ പതിവാ അത്. മക്കളെല്ലാം കൂടി ചുറ്റും നിന്ന് പറഞ്ഞാലും അപ്പച്ചൻ പതിവും പ്രാർത്ഥനയും ഒന്നും തെറ്റിക്കത്തില്ല. കർത്താവേ, എണീച്ച് നിന്ന് മുണ്ട് ചുറ്റാൻ വയ്യാത്ത കാലത്ത് എന്തോ പതിവാടി. അല്ലേലും ഇക്കാര്യമൊന്നും ആണുങ്ങൾ പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് കണ്ടോ. അത് നമ്മൾ പെണ്ണുങ്ങൾ തന്നെ വിചാരിക്കണം. ഞാൻ നിന്നെ ദോഷം പറയാന്ന് വിചാരിക്കില്ല. വല്ലോം ചൊവ്വേ നേരെ ദിവസവും വെച്ചു കൊടുത്താ വല്യപ്പച്ചൻ പിന്നെ എങ്ങോട്ടും പോകത്തില്ലെന്ന്. നീ കെറിയിക്കാനെ കൊണ്ട് പറഞ്ഞതല്ല ഞാൻ. അപ്പച്ചൻ നടന്നുണ്ടെന്ന് കുറ്റം പറയിക്കാതിരിക്കാനാ അത് പറയുന്നേ. എണങ്കരും ചേക്കാരും തന്നെ അറിഞ്ഞു. എനിക്ക് കെറുവൊന്നും ഇല്ല അമ്മണി. പിന്നെ എണങ്കരും ചേക്കാരും പറയുന്നേ നീ അതങ്ങ് വിട്ടേരെ. അവർക്കുള്ളത് പറഞ്ഞു കൊടുക്കാനേ ഇവിടെ ആമ്പറന്നോമാരുണ്ട്. മേലാഴത്ത് കുടുംബത്തിന് തട്ടുകേടുണ്ടേല് അത് നോക്കുന്നത് ഇവിടെ ആമ്പറന്നോമാരാ, അല്ലാതെ പെമ്പറന്നോത്തികളല്ല. അപ്പച്ചന്റെ മക്കളുടെ വീട്ടിൽ പോവോ വരുവോ എന്തുവേലും ചെയ്യും. അതിന് എനിക്കില്ലാത്ത ചേതൊന്നും നിനക്ക് വരത്തില്ലല്ലോ. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ അവളുടെ ഒരു എടുപ്പ്. എന്താ വന്നേലും മാത്തുക്കുട്ടി ചേന അവളെ 2ാമത് കെട്ടിക്കൊണ്ടു വന്നു തന്നെ അല്ലയോ. ഒന്നിനൊക്കത്തില്ലല്ലോ 2. എനിക്ക് നോക്കാനിച്ച് വന്നതോ അവളുടെ കുടുംബ സ്നേഹം. എടി അമ്മണിയെ, 1 ആയാലും 2 ആയാലും എന്നെ മാത്തക്കുട്ടിച്ചായം കെട്ടിക്കൊണ്ടു വന്ന തന്നെ അല്ലയോ. ഈ പറയുന്ന ബന്ധുക്കാരെയും ചേക്കാരെയും ഒക്കെ അറിയിച്ചിട്ട് തന്നെയാ മേലാഴത്തോട്ട് കെട്ടിക്കൊണ്ട് വന്നേ, അല്ലാതെ ചുമ്മാ ഒരു താമസിച്ചൊന്നും അല്ല. അല്ലേ, ഇതോർത്തിപ്പൊ നിന്റെ ഉള്ളിൽ തിളക്കേണ്ട കാര്യം എന്തുവാ? പിന്നെ നീ പറയുന്ന കൂട്ട് പെണ്ണുങ്ങളുടെ ഗുണോ പടുതിയോ ഒന്നും എനിക്കറിയത്തില്ല. അമ്മാതിരി പഠിപ്പൊന്നും എനിക്കില്ലാന്ന് കൂട്ടിക്കോ. പൊടിപ്പെണ്ണേ, പൊടിപ്പെണ്ണേ. എന്തോ? മറവേലി ഇരുന്ന കൊട്ടകം ആരാടി തിന്നെ കൊണ്ടുവച്ചേ? കുറുപ്പമാമ വന്നായിരുന്നു അമ്മച്ചിയെ.